ഹായ്, ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എപ്പോഴത്തെയും പോലെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ട്രിവാൻഡ്രം ടു പൊന്മുടിയാണ്. പൊന്മുടി ഞങ്ങൾ പോയിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ ഒത്തിരി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും മറക്കാതെ ആദ്യമേ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ കവടിയാറാണ്. കവടിയാർ ജംഗ്ഷൻ ജസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞു. നല്ല തിരക്കല്ലേ റോഡിൽ? അത്യാവശ്യം തിരക്കുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ? ക്ലൈമറ്റ് ഇന്ന് സൂപ്പർ ക്ലൈമറ്റ് ആയിരിക്കും. ആ ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മളിന്ന് പോണത്. കാരണം ഇവിടെ ഇങ്ങനെ സാധാരണ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ പൊന്മുടിയിൽ അതിഭീകരമായ ക്ലൈമറ്റ് ആയിരിക്കും. നല്ല കോടയെല്ലാം ഉണ്ടാവും. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പൊന്മുടി പോകണം എന്നൊരു പ്ലാനിങ്ങിനെ ഉണ്ട്. പക്ഷെ നമുക്ക് ക്ലൈമറ്റും ലീവും എല്ലാം കൂടെ ഒത്തു വരുന്നില്ല. ഇപ്പൊ ഇന്ന് എല്ലാം കൂടെ ഒത്തു വന്ന് പേരൂർക്കട ജംഗ്ഷനാണ്. ലെഫ്റ്റ് ആണ് മെയിൻ റോഡ്. ഇങ്ങനെ വളഞ്ഞ് അവിടെ നിന്ന് റൈറ്റ് ആണ് പോണത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. പൊന്മുടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടുത്തെ ആ ഒരു കോട മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന പൊന്മുടിയാണ്. പൊന്മുടി പോവാൻ ഇഷ്ടമുണ്ടോ? അവിടെ കോടമഞ്ഞ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? നമുക്ക് കാണാം, പറ്റുമെങ്കിൽ കാണാമേ. അമ്മ പോയപ്പോഴൊന്നും കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ അമ്മ അത് കാണാൻ പറ്റിയിട്ടില്ല. ഇത് വഴയിലാണ്. ടേക്ക് ഡൈവേർഷൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. കരകുളത്ത് റോഡ് പണി നടക്കണോണ്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് അതിങ്ങനെ ചുറ്റി കറങ്ങി പോണം. ആ റൂട്ട് എടുക്കാനാണ് ഇവര് പറയണത്. പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പ് വേറെ റൂട്ട് വന്നിട്ടുണ്ട്. കരകുളം ജംഗ്ഷന് തൊട്ട് മുന്നേ ലെഫ്റ്റ് എടുക്കാനുള്ള റൂട്ടുണ്ട്. ആ റൂട്ട് കുറച്ചും കൂടെ എളുപ്പമായി. ആക്ച്വലി ഈ റോഡ് ട്രിവാൻഡ്രം പൊന്മുടി റോഡ് ആണെങ്കിൽ പോലും ട്രിവാൻഡ്രം ചെങ്കോട്ട, ആര്യങ്കാവ്, ചെങ്കോട്ട, തെങ്കാശിയൊക്കെ പോകാൻ പറ്റുന്ന മെയിൻ റൂട്ടാണിത്. അതായത് കൊല്ലം മധുര ഹൈവേയിൽ തെന്മല പോയി ഈ റോഡിൽ നിന്ന് കയറും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ അവർ ഇത്രയും പ്രോമിനൻസ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യണത്. കണ്ട വീതി ഉണ്ട റോഡിന്റെ? പഴയ റോഡാണ് ഈ നമ്മൾ പോകുന്ന റോഡ്. പുതിയ റോഡിന്റെ വീതി ഉണ്ട്, നല്ല വീതി. വളവെല്ലാം നോക്കണുണ്ട്. കടകളുണ്ട്. ഏണിക്കര നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇവിടെ നിന്ന് ഒരു 100-200 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ പാലം ഉണ്ടേ. ഈ പാലം കഴിഞ്ഞ ഉടനെ ഇവർ റൈറ്റ് കയറി പോകാൻ പറയും നമ്മുടെ അടുത്ത്. അപ്പൊ അതിലേ പോണ്ട. അതിന് പകരം നമുക്ക് ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് എടുത്ത് പോവാം. നല്ല വ്യൂ ആണല്ലോ. നമ്മളിപ്പോ എവിടെ എത്തി? നല്ല വ്യൂ ഒന്നല്ല, ഏറ്റ വ്യൂ. നമ്മളിപ്പോ എവിടെയോ എത്തി. നമ്മൾ ഈ അടുത്ത് നമ്മളെ മെയിൻ റോഡിൽ എത്തിയിട്ടില്ല. നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏണിക്കരന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും റൂട്ട് കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നെടുമങ്ങാട് പോകാനുള്ള ബോർഡ് ഇവിടെ ഉണ്ട്. നെടുമങ്ങാട് ലെഫ്റ്റ് റൂട്ട് കൃത്യമായിട്ട് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ ആർക്കും തെറ്റിപ്പോവില്ല. വണ്ടി മൂവ് ആവുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു മുറുക്കാൻ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പഴയ രാജപാത റോഡ്. അങ്ങനെ നമ്മൾ വാളിക്കോടെത്തി. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഇവിടെ നിന്ന് ഈ പാലം കയറി ഇറങ്ങിയ ഉടനെ ട്രിവാൻഡ്രം നെടുമങ്ങാട് റോഡ് പോകണ്ട. അതെ, നമ്മളിപ്പം കരകുളത്തിന് പുറത്തുകൂടിയാണ് വന്നത്. കരകുളം ടച്ച് ചെയ്യാതെ കറങ്ങി വന്ന് പാളിക്കോട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നെടുമങ്ങാട്, റൈറ്റ് ട്രിവാൻഡ്രം. അങ്ങനെ നമ്മൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നമ്മുടെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകാനാണ് പറയുന്നത്. ആ റൂട്ട് എനിക്ക് തോന്നുന്നു തുള്ളിമാനൂർ കഴിയുമ്പം റോഡ് ഭയങ്കര മോശമാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ ദൂരവും കുറവായിരിക്കും. നെടുമങ്ങാട് കരിപ്പൂർ റോഡാണ് ഇത്. എന്തായാലും ഈ റൂട്ട് കയറി വന്ന നല്ലതായി കേട്ടാ. നല്ല റോഡ്. മറ്റേ റൂട്ട് വന്നാലേ മൊത്തം വളവും തിരിവുമാണ്. പിന്നെ ഭയങ്കര ട്രാഫിക്. ഇത് നല്ല ടാറിങ്ങും. അപ്പൊ മറ്റേ റോഡിലുള്ള അത്രയും വളവും തിരിവും ഒന്നുമില്ല. പിന്നെ ട്രാഫിക് തീരെ കുറവ്. പട്ടി കണ്ട? പട്ടിയുടെ കോൺഫിഡൻസ് സമ്മതിക്കണം. ഞാൻ മാറിപ്പോവും എന്നുള്ള കോൺഫിഡൻസ്. പട്ടി അതിന്റെ ജീവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ കിടന്നത്. ഈ റൂട്ട് നല്ല എളുപ്പമാണ് കേട്ടാ. നമ്മളെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ റോഡിലാണ് നമ്മളിപ്പോ വന്ന് കയറിയത്.
നെടുമങ്ങാട് ചുള്ളിമാനൂർ വിതുര റോഡിലാണ് നമ്മൾ വന്ന് കയറിയത്. അപ്പം മെയിൻ റോഡ് വഴി വരാണെങ്കിൽ നമ്മൾ അതുവഴി കറങ്ങിയാണ് വരാനുള്ളത്. ചുള്ളിമാനൂരെല്ലാം പോയിട്ട് വരണം. ഈ റൂട്ട് നല്ല എളുപ്പം, പെട്ടെന്ന് എത്തി, 5 മിനിറ്റിലെത്തി അല്ലേ. അങ്ങനെ നമ്മൾ വിതുര എത്തിയിട്ടുണ്ട്. ഈ 2 വളവ് കഴിയുമ്പോൾ വിതുര ജംഗ്ഷൻ, അത് കഴിഞ്ഞ് കല്ലാറാണ്. കല്ലാർ വിതുര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ലെഫ്റ്റ് പോയാൽ പാലോടെത്തും, റൈറ്റ് പോയാൽ കല്ലാറ് പൊന്മുടി. നമ്മളിപ്പോ വിതുര ചന്തമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് താഴെ അവിടെ റൈറ്റ് സൈഡിലൊരു വെയിറ്റിംഗ് ഷെഡ് കണ്ട. ഈ റൈറ്റ് പോയാല് പേപ്പാറ ഡാം. ഈ പേപ്പാറ ഡാമിൽ പോകുന്ന വഴിയിലാണ് പൂവേലയിൽ ഫുഡ് കിട്ടുന്ന കാട്ടിലെ കട. അതുവഴി പേപ്പാറ ഡാം എത്തുന്നതിന് കുറച്ച് മുന്നേ ആണ്. ഇവിടെയാണ് വിതുര ബസ് സ്റ്റാൻഡ്. ഈ റൈറ്റ് സൈഡിൽ ഇതാണ് വിതുര ബസ് സ്റ്റാൻഡ്. ഇവിടെ ചിറ്റാർ പാലം പണിയുള്ളതുകൊണ്ട് പൊന്മുടി ഇവിടെ നിന്ന് റൈറ്റ് കയറി പോയി ഏതെങ്കിലും വഴി കറങ്ങി പോകാനുണ്ടാവും. ബോണക്കാട് 16 കിലോമീറ്റർ. നല്ല അടിപൊളി റൂട്ട് അല്ലേ ഇത്. ആക്ച്വലി ബോണക്കാട് റൂട്ടാണ്. ഭയങ്കര രസം. റോഡ് നല്ല വീതിയുണ്ട്, 2 സൈഡും ഭയങ്കരമായ പച്ചപ്പും, ഭയങ്കര രസം. ഇവിടെ ആളുകൾ മൂന്നാർ പോയൊരു ഫീൽ അല്ലേ, ചെറുതായിട്ട്. ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇവിടെ നിന്നൊരു ലെഫ്റ്റ് കാണിക്കണുണ്ടേ. ഈ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. പോവാ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിട്ടിട്ടേ ഇവിടെ നിന്ന് ഒരു റൂട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടാ. വഴി പോവാ, നമുക്ക് പോയി നോക്കാന്നേ. അല്ല ഞാനിപ്പം എല്ലാ ട്രിപ്പിലും നമ്മള് സഫാരിയുടെ കാര്യം പറയണത് ശരിയല്ല, എന്നാലും പറയണതുണ്ട. ഈ റോഡ് കണ്ട, ഇതേപോലത്തെ റോഡൊക്കെ കാണുമ്പോ നമുക്ക് ഈ വണ്ടിയാണ് ധൈര്യമായിട്ട് ഏത് റൂട്ടിലും ഇറങ്ങി വരാൻ പറ്റുന്നത്. റോഡ് മൊത്തം വാരിക്കുഴികളാണ്. സഫാരി ആയതുകൊണ്ട് നമുക്കിങ്ങനെ ആടി പോവാൻ പറ്റും. പക്ഷെ ഈ റൂട്ട് വന്നതേ ഭയങ്കര അടിപൊളിയാണ്. കാട് പോലെ ഇരിപ്പുണ്ട്. നല്ല കാട്ടിനകത്തൂടെ പോണ ഫീല് പല സ്ഥലത്തും. റോഡ് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട്, കല്ലാർ പൊന്മുടി ലെഫ്റ്റ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് തിരിഞ്ഞെടുത്ത് ബോർഡൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നമ്മള് വീണ്ടും നെടുമങ്ങാട് പൊന്മുടി റോഡിൽ വന്ന് കേറിയിട്ടുണ്ട്. ഒരു 4 കിലോമീറ്റർ ഇറങ്ങി കാണും അല്ലേ. ഈ റോഡും ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ. പക്ഷെ പണി അങ്ങോട്ട് നീങ്ങണില്ല. അങ്ങനെ നമ്മള് കാട് പോലത്തെ ഒരു സ്ഥലത്തെത്തിയല്ലേ. ഹെയർ പിൻ തുടങ്ങിയില്ല. നമ്മളെ പൊന്മുടിയിലെ 22 ഹെയർ പിൻസ് ഉണ്ട് മൊത്തം. അതിലുള്ള ഹെയർ പിൻ അല്ല ഇത്, പക്ഷെ ഇതൊരു കുഞ്ഞ് ഹെയർ പിൻ പോലത്തെ ഒരു ബെൻഡ്. അതായത് അടുത്ത് 10-22 ഹെയർ പിൻ ഭീകരമായിട്ടുള്ളത് ഫ്രണ്ടിൽ വരാൻ പോകുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ഹെയർ പിന്നാണ് നമ്മളിപ്പോ കണ്ടത്. ക്ലൈമറ്റ് കൊള്ളായിരുന്നാ മതി കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. ഒറ്റ കൺസേൺ അത് മാത്രമേ ഉള്ളൂ. ക്ലൈമറ്റ് അവിടെ ചെല്ലുമ്പം മൊത്തം നല്ല വെളുത്ത് നല്ല വെയിലൊക്കെ ആയിട്ട് ഇരുന്നാലാണ് ചെന്ന് ഇങ്ങനെ കിളി പോയിരിക്കുന്നത്, മനസ്സിലായ. പൊന്മുടി പോകുമ്പോ നമുക്ക് എന്തായാലും 6 മണി വരെ അവിടെ നിക്കാം. 6 മണിയാവുമ്പോ 6 മണി നിക്കാൻ പറ്റും. 4 മണിക്ക് മുന്നേ കല്ലാറിന്റെ അവിടെ നിന്ന് നമ്മൾ പാസ് എടുത്ത് കയറിയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ അവിടെ വൈകുന്നേരം 6 മണി വരെ അവിടെ നിൽക്കാം. 6 മണി കഴിഞ്ഞിട്ട് ഒരു താഴോട്ട് ഇറങ്ങാൻ പറയുള്ളൂ. പിന്നെ അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം വേണം നിൽക്കാം. നമുക്ക് ഇവിടെ റിവർ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ അല്ലേ കല്ലാറിന്റെ. സൂപ്പർ വ്യൂ. കല്ലാറിന്റെ അടിപൊളി വ്യൂ. കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ കല്ലാറിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഭയങ്കര വെള്ളമാവും കല്ലാറിൽ. പറഞ്ഞാൽ മലവെള്ളം വരുന്നതേ മലയുടെ മുകളില് മഴ പെയ്യും. ഇവിടെ ഇതേപോലത്തെ ക്ലൈമറ്റ് ആയിരിക്കും, ചിലപ്പോൾ വെയിലായിരിക്കും. മലയിൽ മഴ പെയ്യുമ്പം പെട്ടെന്ന് വരും എന്ന് പറഞ്ഞാല് 10 മിനിറ്റ്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ലൈവ് എന്നിട്ട് ഫുൾ ഒറ്റ റെക്കോർഡിങ്ങിനുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. 5-10 മിനിറ്റ് കൊണ്ട് ഭീകരമായ വെള്ളമായിട്ട് അങ്ങ് മാറും. ഒരു 4-5 അടി വെള്ളം അങ്ങ് പോകും. അത് അവിടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഈ ഓളം അടിച്ചതിന്റെ ഇത് മാറുമ്പോ തന്നെ അവര് കരക്കയറും. ഈ പുറത്തുനിന്നൊക്കെ വന്നിങ്ങനെ കിടക്കണവര് ശ്രദ്ധിക്കൂല. കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇതിനകത്തൂടെ പോകണം.
ഇതിനകത്തൂടെ കയറി ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ട്രക്കിംഗ് നല്ല രസമാണ്. ഇന്ന് സമയമില്ല, നമ്മൾ മണി 3 ആയി ഓൾറെഡി. ഒരു 2 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ അവിടെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. 5 വർഷം അത് കുറച്ചുകൂടെ അപ്പുറത്തേന്ന്. ഇവിടെ നല്ല ഡെവലപ്പായി. പണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ പറഞ്ഞ എന്തുവാണ് ഇവിടെ ഈ കല്ലാറിൽ ഈ ഭയങ്കര ചെക്കിങ് ഇല്ലേ, അതൊന്നും പണ്ടില്ല. മുകളിലെത്തുമ്പം അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ല വണ്ടി ചെക്കിങ്ങോ ആളെ ചെക്കിങ്ങോ ഒരു പ്രശ്നവും ഇല്ല പണ്ട്. പിന്നെ ആള് കൂടുമ്പോഴേ എല്ലായിടത്തും ആള് കൂടുതൽ ആവുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. അവിടെ ഒരു വാച്ച് ടവർ പോലെ എന്തോ വരുന്നുണ്ട്. വാച്ച് ടവർ ആയിരിക്കില്ല, സിപ്പ് ലൈൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും കേട്ടാ. കണ്ടാ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസം, സിഗരറ്റ് ലിക്കർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഇവിടെ ഇനി വണ്ടി ചെക്കിങ്ങും പാസ് എടുപ്പും എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോവാൻ. ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റ് എടുത്തു. ഇവിടെ അഡൽസിന് 40, വണ്ടിക്ക് 40, കുട്ടികൾക്ക് 20 രൂപയാണ്. ഓക്കെ, പോവാല്ലോ. നമുക്ക് പോവാം. ഹെയർ പിൻ നമ്പർ 1. എവിടെ? ഇത് രണ്ടാമത്തെ ഹെയർ പിൻ നമ്പർ 2. അതാ ഇങ്ങനെ കറങ്ങി ഇനി അങ്ങനെ മൊത്തം 22 ഹെയർ പിൻ ഉണ്ട്. ഹെയർ പിൻ അല്ല, ഹെയർ പിൻ ബെൻഡ്. പൊന്മുടി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി കേട്ടാ. അനിമൽ ക്രോസിംഗിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ സ്ഥിരം ആളുകളുള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളൊന്നും പകൽ സമയത്ത്. പക്ഷെ ഈ ഇടയ്ക്ക് പൊന്മുടി വരുന്നവര് കാട്ടാന കാണുന്നുണ്ട്. ഇടയ്ക്ക് കാട്ടാന റോഡിൽ ഇറങ്ങി നിൽക്കണുണ്ട്. KSRTC ബസ് ഇവിടെയും കണ്ട റോഡ് മോശം. എനിക്ക് തോന്നുന്നു മഴ പെയ്ത് റോഡ് മോശമായതായിരിക്കും. അടുത്ത ഹെയർ പിൻ ആണോ? ഇവിടെ ഹെയർ പിൻ ഇല്ലല്ലോ, പക്ഷെ ഹെയർ പിൻ ബെൻഡ് ഇല്ല. കുറച്ചുകൂടെ മുകളിൽ പോയിട്ടാണ് അടുത്ത ഹെയർ പിൻ ബെൻഡ്. അത് കുരങ്ങൻ ചാടുന്നുണ്ട് കണ്ടാ. നല്ല അടിപൊളി ഹെയർ പിൻ ബെൻഡാണ്, അടിപൊളി ബെൻഡ് കണ്ടാ. എന്ത് പൊക്കത്തിലോട്ടാണ്. ഈ റോഡിൽ മൊത്തം വരകൾ കണ്ടാ, കണ്ടില്ലല്ലേ? ആ ടാറിൽ മൊത്തം കംപ്ലീറ്റ് വരകളാണ്. അത് ഈ ബസ്സും നീളമുള്ള വണ്ടികൾ വന്നിട്ട് അടിയിടിക്കുന്നതാണ്. ആണാണ്. വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പൊക്കമാണ്. താഴ്ന്ന വളഞ്ഞു കയറുന്നതേ നല്ല പൊക്കത്തിലോട്ടാ. ഒരു 5-6 അടി മുകളിലോട്ടാ വളഞ്ഞു കയറുന്നത്. നമ്മള് എനിക്ക് തോന്നുന്നു 7 ആയെന്ന് തോന്നുന്നു. കുരങ്ങന്മാർ റോഡില് വണ്ടി തടഞ്ഞു നിർത്തി നമ്മളതിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അടവാണെന്നാണ് തോന്നുന്നത് കേട്ടോ. 2 സൈഡിലും ഉണ്ട്. 2 സൈഡിലും നിറച്ച് കുരങ്ങന്മാരുണ്ട്. ഈ ഏരിയയില് കുരങ്ങന്മാര് സ്ഥിരമുള്ള ഏരിയയാണ്. ആളുകള് ബൈക്കില് വരുന്നവർക്ക് ഭീഷണി എന്ന് പറഞ്ഞാൽ ബൈക്കിൽ എവിടെ പോയാലും കുറച്ച് ഭീഷണി ഉണ്ടല്ലോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. നിർത്തിയാൽ കുഴപ്പമാണ്. ഇവന്മാര് ഭയങ്കര എന്ന് പറഞ്ഞാല് പ്രശ്നം പറ്റണമെന്ന് പറഞ്ഞാൽ ആളുകള് ഫുഡ് കൊടുക്കും, കുറെ പേര് കൊടുക്കും. ചില ദിവസം ആരും ഒന്നും കൊടുത്തില്ലെങ്കിൽ അതിന് വിശക്കും. ഇത് പിന്നെ കാട്ടിൽ കയറി ഫുഡ് അടിക്കാനുള്ള ഇതിന്റെ കേപ്പബിലിറ്റിക്ക് ഇത് കുറയും. ഇത് മടി പിടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വെറുതെ ഇരുന്നാൽ മതി, ആളുകൾ ഫുഡ് കൊടുക്കല്ലേ. ഫുഡ് പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരുമ്പോ എന്താവും, ഇത് വയലന്റ് ആവും. ഇതാണ് പല സ്ഥലത്തും സംഭവിക്കുന്നത്. ആദ്യം 1-2 പേര് നല്ല രസമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കും. പിന്നെ അതൊരു വിഷയമായിട്ട് മാറും.
എന്ത് പറ്റി? ഏയ് കുഴപ്പമൊന്നുമില്ല. ഒരു സ്മെല്ല് ഇങ്ങനെ ഫീൽ ചെയ്ത് എനിക്ക് നേരത്തെ ഗ്ലാസ് കത്തിയപ്പോഴേ. അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പം നമ്മളെ വണ്ടിയിലുള്ള സ്മെല്ലാണെങ്കിൽ നമ്മൾ ബോണറ്റ് തുറന്ന് നോക്കിയാൽ അതേ സ്മെല്ല് കിട്ടും. ഇല്ല, നമ്മളെ വണ്ടി ഓക്കെയാണ്. ഇത് തേയില കൃഷിയാണ്, തേയിലത്തോട്ടമാണ് ഇതെല്ലാം. പക്ഷെ പുല്ല് പിടിച്ച് കിടക്കുന്നു കേട്ടോ, കാട് പിടിച്ച് കിടക്കുന്നു. സാധാരണ തേയിലത്തോട്ടത്തിലൊക്കെ ഒരു കാടെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടുന്നതാണ്. ഇത് എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി തേയില റീപ്ലാന്റ് ചെയ്തതിന് ശേഷം വളർന്ന് വന്നോണ്ടിരിക്കുന്ന സ്റ്റേജ് ആണോ എന്താണെന്ന് വലിയ പിടുത്തമില്ല. ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റുകളെല്ലാം മറച്ച് ഇവര് കട വെച്ചു. ഇതൊക്കെ നല്ല പഴയ വ്യൂ പോയിന്റുകളാണ്. പക്ഷെ ഇവിടെ എല്ലാം കടകളാണ്. നല്ല താഴോട്ട് നോക്കിയാൽ നല്ല മഞ്ഞുണ്ട് അല്ലേ? മുകളിലോട്ട് നല്ല കോട ഉണ്ടാവും എന്നാണ് എന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇതൊക്കെ നല്ല അടിപൊളി നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. കണ്ട അവിടുത്തെ കണ്ട വ്യൂ കണ്ട, തേയിലത്തോട്ടം, വണ്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോണ സ്ഥലങ്ങൾ. പക്ഷെ ഇത് നമുക്ക് സത്യം പറഞ്ഞാലേ ഈ ട്രിവാൻഡ്രത്ത് ഈ പൊന്മുടി ഒരു വലിയ അനുഗ്രഹമാണ്. നമുക്കൊരു 1.5-2 മണിക്കൂറിൽ എത്താൻ പറ്റുന്ന സ്ഥലം, നല്ല തണുപ്പുള്ള സ്ഥലം അല്ലേ? തേയില ഫാക്ടറി വിലക്ക് ഗാർഡൻ ഫ്രഷ് തേയില. ഫ്രണ്ടിൽ കോടയുണ്ട്, കോടയുണ്ട്, കോടയുണ്ട്. ഈ താഴത്തെ തേയിലത്തോട്ടമാണ്. കണ്ടാ ഫ്രണ്ടിലോട്ട് കണ്ട കോടയുണ്ട്. ഇന്ന് വന്നത് വെറുതെ ആവൂല എന്നാണ് എന്റെ വിശ്വാസം ചേട്ടാ. ഇന്ന് വന്നത് വെറുതെ ആവൂല. കൊള്ളാം. അയ്യോ ഇവിടെ എന്ത് ചേട്ടാ, സഫാരി ആവുമ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ട് നിർത്താം. കണ്ട വ്യൂ കണ്ട, ആടിപ്പൊളി. താഴോട്ടെല്ലാം പോകാൻ പറ്റുമോ? കണ്ടാ ഇവിടെ നേയുള്ള വ്യൂ കണ്ട. അമ്മ കണ്ടെന്ന് അവിടെ ഒരു മല കണ്ട, കണ്ടാ കാണാൻ പറ്റുന്നില്ല. കോടമഞ്ഞ് മൂടി നിൽക്കുകയാണ്. അടിപൊളി സൂപ്പർ ക്ലൈമറ്റ്. മോളിൽ പോവാം, പെട്ടെന്ന് മോളിൽ പോവാം. കോട പോണേ മോളിൽ പോവാം. ഇഷ്ടപ്പെട്ടോ? പിന്നെന്ത്, എന്ത് ചോദിക്കാൻ എന്തിരിക്കുന്നു. ഹൈലി എക്സൈറ്റഡ്. കുറച്ച് വലുതായതിനു ശേഷം ഇപ്പോഴാ വരുന്നത്. ഇതിനു മുന്നേ വന്നപ്പോ തീരെ കുഞ്ഞായിരുന്നു. അമ്മ സ്വെറ്റർ എടുത്ത് റെഡി ആയിക്കോ. അമ്മ സ്വെറ്റർ എടുത്ത കേട്ടാ നീ? നല്ല കുട ഉണ്ട്. ആദ്യമായിട്ടാണ് സ്വന്തം കണ്ണ് വെച്ച് കോട കാണുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് മറ്റേ ഇറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നല്ല കുട ഉണ്ടാവും. ആടിപ്പൊളി. ചായ വേണോ? ചായ വേണം. നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് ഇനി ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റൂല. പോയിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാനല്ലോ. മുകളിൽ പോയി ചായ കുടിക്കല്ല. അവിടെ ചായ കാണോ ഇല്ലെന്നൊക്കെ ഉള്ളതാണ് മെയിൻ പ്രശ്നം. അവിടെ ചിലപ്പോ ബ്ലാക്ക് ടീ മാത്രമേ കാണുള്ളൂ. ഇവിടെയൊക്കെ ചായ ഉണ്ടാവും. ചായ കുടിച്ചിട്ട് പോവാം. സഫാരി ആടി ആടി ഓരോ കല്ലായിട്ട് കയറി പോണ. ഇവിടെ നന്നായിട്ടുണ്ട് കോട. ഇവിടെ നല്ല കോട ഉണ്ട്. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. നീ സ്വെറ്ററൊക്കെ ഇട്ടാ? നല്ല കോടയുണ്ട്. മുകളിലോട്ട് നോക്കാം. മുകളിലോട്ടുള്ള വ്യൂ നോക്കണ്ട, കോട കണ്ട. നന്നായിട്ടുണ്ട്. അവിടെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ പോയി തിരിച്ച് ഇതിലെയാണ് നമ്മൾ കയറി പോണത്. അവിടെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബെൻഡുണ്ട്. അത് നോക്ക്, കോട ഇറങ്ങി വരുന്നത്. കോട ഇറങ്ങി വരുന്നുണ്ടാ. ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചായ, കോഫി, പിന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സൂപ്പർ അടിപൊളി. അങ്ങനെ തണുപ്പത്ത് നിന്ന് ഓരോ ചൂട് ചായയും കുടിച്ചിട്ട് അല്ലേ, ചായയും മറ്റേ വെട്ട് കേക്ക് എന്നല്ലേ അതിനെ പറയുന്നത്, കഴിച്ച് നമ്മളെ വീണ്ടും പൊന്മുടിയിലേക്ക് യാത്ര തിരിച്ചു. ഇങ്ങനെ പൊന്മുടിയിലേക്കൊന്നും പറയില്ല, നമ്മൾ പൊന്മുടി എത്തി. ഇനി എല്ലാം കൂടെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുള്ളൂ. ഒരു 300 മീറ്റർ കൂടെ പോയി കഴിയുമ്പോൾ അവിടെ നമ്മുടെ
പഴയ സ്റ്റേഷൻ. പഴയ ചെക്ക് പോസ്റ്റ്, ഓ അതാണോ? പഴയ ചെക്ക് പോസ്റ്റും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ അവിടെയാണ്. അപ്പൊ ഇപ്പൊ അവിടെ ടിക്കറ്റ് കാണിക്കണോ? ഒന്നും അറിഞ്ഞൂടാ. ഇത് ഭാഗ്യത്തിന് ടിക്കറ്റ് കളഞ്ഞില്ല, ഇവിടെ തെറ്റിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് ചോദിക്കോ എന്നറിയില്ല. എത്തിയല്ലേ? എത്തി. ഈ ഒരു വളവ് കഴിയുമ്പോൾ ആണ്. പണ്ട് നമ്മൾ താഴെ ചെക്കിങ് ഒന്നും ഇല്ല. നേരെ ഇവിടെയാണ്. ഇവിടെ അങ്ങനെ വണ്ടി ചെക്കിങ് ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് ഇറങ്ങി ടിക്കറ്റ് എടുക്കണം, പോണം, അത്രേ ഉള്ളൂ. പോവാം. ഇല്ലെങ്കിൽ അവര് ഇതൊരു ബഹളം. കോട പോയോ? കോട ഉണ്ട്. പക്ഷെ സൂര്യൻ അവിടെ നിക്കട്ട്, കുഴപ്പമില്ല. പക്ഷെ കോട ഉണ്ട് ഇവിടെ. നോക്കാം, ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് നോക്ക് നീ. കോട ആ കോട ഇവിടെ ഉണ്ട്. നമുക്കത് കറക്റ്റ് കിട്ടാത്തതാണ്. പക്ഷെ പൊന്മുടിയിലെ യഥാർത്ഥ കോട ഇതല്ല. ഒരു 15 അടി അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റില്ല, വണ്ടിയും കാണാൻ പറ്റില്ല. വരും, കുറച്ച് കഴിയുമ്പോൾ വരും. സമയം ഇപ്പം 4 മണിയല്ലേ ആയുള്ളൂ. കോട വരും ഉറപ്പ്. ഇവിടെ പൊന്മുടിയിലെ ഇവിടെ ഒരു ചെറിയ ഒരു കഫറ്റേരിയ അല്ലെങ്കിൽ കോഫി ഷോപ്പ് പോലത്തെ ഒരു സാധനവും കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. പൊന്മുടിയിൽ ടോപ്പിലാണിത്. ലെഫ്റ്റ് സൈഡ് വരുമ്പോ തന്നെ കാണാൻ പറ്റും. താഴെ ഇറങ്ങിയാൽ മതി. ഇവിടെ ചായ, ലഘു ഭക്ഷണം, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ടു പൊന്മുടി വിശേഷങ്ങൾ. ട്രിവാൻഡ്രത്ത് നിന്ന് പൊന്മുടി വരുന്നവര് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരേണ്ട റൂട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ പൊന്മുടിയുടെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4:10 ആവുന്നതേ ഉള്ളൂ. ഒരു 5 മണി കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇവിടുത്തെ റിയൽ ക്ലൈമറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം ടു പൊന്മുടി വീഡിയോ ഞങ്ങൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യുവാണ്. പൊന്മുടി വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ബൈ.